ഹലോ! എല്ലാവർക്കും നിദ്ര ടോക്സിലേക്ക് വലിയൊരു സ്വാഗതം. കാറ്റത്ത് കിളിക്കൂടിന്റെ പുതിയ വിശേഷം കണ്ടാലോ? അപ്പോൾ നമ്മളെ സുധീഷും, നിധിയും, ഹരീഷും, നികേഷും എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളെ സുഭാഷ് ചേട്ടന് പെണ്ണാലോചിച്ച ആ പെൺകുട്ടി ജ്യോതി അങ്ങോട്ട് വിളിക്കുന്നത്. ഇവരെല്ലാവരും ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാട്ടോ. അങ്ങനെ ആദ്യം സുഖമല്ലേ, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ടാണ് ആ കുട്ടി കാര്യം പറയുന്നത്. നമ്മൾ നിധി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് സുഭാഷ് ചേട്ടന് ഓക്കെ അല്ലേ, ഞങ്ങൾ സുഭാഷ് ചേട്ടന് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജ്യോതി പറയാണ് സോറി. അതിൽ ഇവരെല്ലാവരും ഷോക്കാവുകയാണ് കേട്ടോ. കാരണം ആ പെൺകുട്ടിക്ക് പറ്റില്ല. ഒരു 2-3 പ്രാവശ്യം ഞാൻ സുഭാഷ് ചേട്ടനെ വിളിച്ചു. അപ്പോൾ അവരുടെ സംസാരമൊന്നും എനിക്ക് ഇഷ്ടമാവുന്നില്ല എന്നൊക്കെയാണ് ആ പെൺകുട്ടി പറയുന്നത്. സിമന്റ് കുഴയ്ക്കുന്ന കാര്യവും അതുപോലെ തന്നെ പാചകം ചെയ്യുന്ന കാര്യം മാത്രമേ അയാൾക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരാളെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കാനാ? അതുപോലെ ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന 2 പേര് സംസാരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളില്ലേ, അതിനെക്കുറിച്ചൊന്നും അയാൾക്ക് അറിയില്ല. അതുകൊണ്ട് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതൊന്നും സെറ്റ് ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. ഇവരാകെ ഷോക്കാവാണ് കേട്ടോ. എന്തായാലും സുഭാഷ് ചേട്ടൻ ചെയ്തത് അത് തന്നെയാണ്. സുഭാഷ് ചേട്ടൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. സുഭാഷ് ചേട്ടന് താല്പര്യമില്ലായിരുന്നെങ്കിൽ ആദ്യമേ ഈ പ്രപ്പോസ് വേണ്ടാന്ന് വെക്കണമായിരുന്നു. ഇതാ പെൺകുട്ടി ഒരുപാട് തവണ ഇങ്ങോട്ട് വിളിച്ചിട്ടും സുഭാഷ് ചേട്ടൻ ഇങ്ങനത്തെ ഓരോ ബോറടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആ പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, അങ്കിൾ സ്വഭാവമുള്ള ഈ ഒരാളെ എനിക്ക് വേണ്ട, അയാൾക്കൊരു അങ്കിൾ വൈബാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സുഭാഷ് ചേട്ടന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ എടുത്തിടുന്നത്. അങ്ങനെ വൈകിട്ട് സുഭാഷ് ചേട്ടൻ പണി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവർ സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടി വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, ഇനി ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളോട് അങ്ങനെ പറഞ്ഞതാണെങ്കിലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് ചേട്ടൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞ്, ഞാൻ അങ്ങോട്ട് പോയി വിളിക്കാറില്ല, അവർ ഇങ്ങോട്ടാണ് വിളിക്കുന്നത്. എന്നിട്ട് തന്നെ എനിക്കൊന്നും സംസാരിക്കാനില്ല. നിങ്ങളെ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ പാചകം ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത് പറയും. പിന്നെ പണിസ്ഥലത്തത്തെ കാര്യം പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല. ഇതൊക്കെയല്ലേ സുഭാഷ് ചേട്ടന് അറിയുള്ളൂ എന്നാണ് സുഭാഷ് ചേട്ടൻ തന്നെ അത് സത്യം ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. സുഭാഷ് ചേട്ടൻ ഇത്രയൊക്കെ അറിയുള്ളൂ, അതിൽ കൂടുതലൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഒരുപക്ഷെ സുനന്ദ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും സുനന്ദയോടുള്ള ഇഷ്ടം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടായിരിക്കും സുഭാഷ് ചേട്ടൻ അതിന് മുന്നിട്ട് ഇറങ്ങാതിരുന്നത്. എന്തായാലും തൽക്കാലം ഇപ്പോൾ ആ പെൺകുട്ടി വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് ഇവർ സംസാരിച്ചിട്ടില്ല. സുഭാഷ് ചേട്ടൻ ഏത് രീതിയിൽ അത് എടുക്കില്ലെന്നൊന്നും നമുക്കറിയില്ലല്ലോ. എന്തായാലും ആ പെൺകുട്ടിക്ക് ഒരു പരിധി വരെ ആ പെൺകുട്ടി ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ ഇതേ അവസ്ഥ ആയതുകൊണ്ടാണ് ആ പെൺകുട്ടി ഇത് വേണ്ടെന്ന് വെച്ചത്. എന്തായാലും ഇനി ആ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി വേറെ ഏതെങ്കിലും കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഇവർ പുറപ്പെട്ടാലും സുഭാഷ് ചേട്ടൻ ഇനി അതിന് അനുവദിക്കുമെന്നും അറിയില്ല. കാരണം എന്തായാലും ഒരാളുടെ മനസ്സിൽ ഒരാൾക്കല്ലേ ജീവിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ സുഭാഷ് ചേട്ടൻ്റെ മനസ്സിലും സുനന്ദയുടെ മനസ്സിലും ഇന്നും രണ്ടാളും പരസ്പരം സ്നേഹത്തിലാണ്. കുറച്ച് വൈകിട്ടാണെങ്കിലും അവർ തന്നെ ഒന്നിച്ചാൽ മതിയായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ എപ്പിസോഡ്സ് കാണാൻ നല്ല രസം ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എല്ലാം എന്തൊക്കെയാണ് നടക്കുന്നുള്ളത്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ബൈ.